ഇമ്പാക്റ്റഡ് ടൂത്ത് പല ടൂത്ത് നമ്മൾ ഇമ്പാക്റ്റ് ആയിട്ട് കാണാറുണ്ട്. പക്ഷേ മോസ്റ്റ് കോമൺലി കാണപ്പെടുന്നത് കനൈൻ, അതായത് കോമ്പല്ല്, അതുപോലെ തന്നെ തേർഡ് മോളർ അല്ലെങ്കിൽ വിസ്റ്റം ടൂത്ത് ആണ്. നമ്മുടെ ജോയ്ക്ക് ആ ഒരു ടൂത്തിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതെ വരുമ്പോഴാണ് ഈ ടൂത്ത് ഇമ്പാക്റ്റ് ആയിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ വിസ്റ്റം ടൂത്ത് ഒരു 17 to 25 ഇയേഴ്സിന്റെ ഇടയിലായിരിക്കും നമുക്ക് ടൂത്ത് ഓറൽ ക്യാവിലേക്ക് ഇറപ്റ്റ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മുടെ 50% കേസസിൽ മാത്രമേ നമ്മൾ ഇമ്പാക്റ്റഡ് ടൂത്ത് റിമൂവ് ചെയ്യുകയുള്ളൂ. പേഷ്യന്റെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരു പെയിൻ ആയി. ചില കേസസിലാണെങ്കിൽ ഈ ഇമ്പാക്റ്റഡ് ടൂത്ത് സ്ലൈറ്റ്ലി റിക്ലൈൻഡ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അത് മാത്രമല്ല രണ്ട് പല്ലുകളുടെ ഇടയ്ക്ക് ഫുഡ് കുടുങ്ങിയിട്ട് കേടുവരികയും അതുമൂലം നമുക്ക് ഇമ്പാക്റ്റഡ് ടൂത്ത് റിമൂവ് ചെയ്യേണ്ട കേസും വരുന്നുണ്ട്. പിന്നീട് വരുന്നൊരു ഇഷ്യൂ ആണ് ഇമ്പാക്റ്റഡ് ടൂത്തിന് ചുറ്റും ഒരു സിസ്റ്റ് ഫോർമേഷൻ നടക്കുക എന്നുള്ളത്. ഇമ്പാക്റ്റഡ് ടൂത്തും അതുപോലെ തന്നെ ഈ സിസ്റ്റം നമുക്ക് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ട്രീറ്റ്മെന്റ് റീലാപ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അതായത് പഴയ ഒരു സ്റ്റേജിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഇമ്പാക്റ്റഡ് ടൂത്ത് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇമ്പാക്റ്റഡ് ടൂത്ത് നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഒരു കേസ് എന്ന് വെച്ചാൽ ഇമ്പാക്റ്റഡ് ടൂത്ത് വെർട്ടിക്കലി ആണ് അലൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ടിഷ്യൂസ് കട്ട് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ഇറപ്ഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. മേജർ കേസിൽ നമ്മൾ ഇമ്പാക്റ്റഡ് ടൂത്ത് റിമൂവ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അത് സർജിക്കലി ആയിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നത്. നമ്മുടെ ഡെന്റൽ ചെയറിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സർജിക്കൽ പ്രൊസീജിയറാണ് ഡിസിൻഫാക്ഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് എക്സ്ട്രാക്ഷൻ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതൊരു 1 വീക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സ്മോൾ ഒരു കോംപ്ലിക്കേഷൻസ് ആയിരിക്കും ഇത്. പിന്നീട് നമുക്ക് ഒരു നോർമൽ ലൈഫ് നയിക്കാൻ പറ്റുന്നതായിരിക്കും.